രാവിലെ കുറച്ച് കക്കറച്ചി മേടിച്ചു വെച്ച് ഒരുപാട് വെയിൽ ഉറക്കുന്നതിന് മുമ്പ് ഞാനും അമ്മയും കൂടെ പോയി കുറച്ച് കോവയ്ക്കും കൂടെ പറിച്ചെടുത്തു. ഇന്ന് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ചൂരമീനാണ് കിട്ടിയത്. അത് ക്ലീൻ ചെയ്യാൻ നിൽക്കുന്നതിന് മുൻപായിട്ട് ഞാൻ കക്കറച്ചി കഴുകി വാരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ചൂര വെട്ടിയെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണെങ്കിലും ഈ മീൻ കുറച്ചധികം പച്ചയായതുകൊണ്ട് ഞാനും മീനും കൂടെ ഉള്ള മൽപ്പിടുത്തത്തിനൊടുവിലാണ് അതിന്റെ തൊലി എന്റെ കയ്യിൽ പറഞ്ഞു വന്നത്. അങ്ങനെ മീനെല്ലാം കഴുകി വാരി ചട്ടിയിലെ കഷ്ണങ്ങളാക്കി വെള്ളം ഒഴിച്ചിട്ടിട്ട് ഞാൻ പെട്ടെന്ന് കക്കറച്ചി റെഡിയാക്കാനായിട്ട് നിന്നു. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഉണക്കമുളകും കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത് എണ്ണ ചൂടായി കടുക് പൊട്ടി വരുമ്പോൾ ഇത് അതിനകത്തേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കക്കറച്ചിയും കൂടെ തട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ അടിപൊളി ടേസ്റ്റ് ആണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോ ഇഷ്ടപ്പെട്ട കറി ടേസ്റ്റ് ചെയ്യാനായിട്ട് പാത്രം കൊണ്ട് അമ്മയുടെ പുറകെ ഞാൻ നടക്കുന്ന പോലെ ഇപ്പൊ അമ്മ എന്റെ പുറകെയാണ് നടക്കുന്നത്. ഇതൊക്കെ ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. ചൂര നമ്മൾ മുളകിലാണ് വെക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി പച്ചമുളകെല്ലാം നന്നായിട്ട് വഴറ്റിയെടുത്ത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉലുവപ്പൊടിയും ചേർത്ത് പച്ചമണം മാറി കഴിയുമ്പോൾ പുളിക്ക് ആവശ്യത്തിനുള്ള കുടംപുളിയും പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഗ്രേവി നന്നായി വറ്റി വരുമ്പോൾ വേണം കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല കൊഴുപ്പോടുകൂടി മീൻകറി കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി ആവശ്യത്തിന് കറിവേപ്പിലയും മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കറി നന്നായിട്ട് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഉഗ്രൻ മീൻ കറി റെഡി. ഇനി നമ്മൾ രാവിലെ പറിച്ച കോവയ്ക്കാതെ ഇതുപോലെ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്ത് കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കറികളെല്ലാം റെഡിയാവും. അങ്ങനെ നല്ല ചൂട് ചോറും മീൻകറിയും കക്കാറച്ചിയും കോവയ്ക്ക ഫ്രൈയും പപ്പടം ഒക്കെ ആയിട്ട് ഞാൻ പോയി ആസ്വദിച്ച് ഫുഡ് കഴിക്കട്ടെ.